നമസ്കാരം. 24 റൗണ്ട് അപ്പ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. പുഷ്പ 2 സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുൻ ജയിലിൽ തുടരുന്നു. ജാമ്യോത്തരവിന്റെ പകർപ്പ് കിട്ടിയില്ല എന്ന് പോലീസ്. നഗരത്തിൽ തെലങ്കാന സർക്കാരിനെതിരെ പ്രതിഷേധവുമായി ആരാധകർ. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. റഹീസ്, ഇടക്കാല ജാമ്യം ലഭിച്ചിട്ട് ഇപ്പോൾ മണിക്കൂറുകളായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പകർപ്പ് ഇതുവരെ ജയിലിൽ എത്താത്തത്? എന്താണ് സർക്കാരിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തെ വാദം? പ്രവിത ഇപ്പോൾ ചഞ്ചൽഗുഡ പോലീസ് സ്റ്റേഷനിലാണ്. അതായത് ജയിലിനകത്തേക്ക് അല്ലു അർജുനെ കയറ്റിയിട്ടില്ല എന്നുള്ള വിവരമാണ് സ്ഥിരീകരിച്ച് ലഭിക്കുന്നത്. അതായത് ചഞ്ചൽഗുഡ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ അല്ലു അർജുൻ ഉള്ളത്. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലു അർജുനെ കൊണ്ടുവന്നിട്ട് 5.5 മണിക്കൂർ കഴിഞ്ഞു. ഏതാണ്ട് കോടതി അല്ലു അർജുന് ജാമ്യം അനുവദിച്ചിട്ട് ഒരു 4 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ കോടതി ഉത്തരവിന്റെ പകർപ്പ് ഇതുവരെ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ചഞ്ചൽഗുഡ ജയിലിനോട് ചേർന്നുള്ള പോലീസ് സ്റ്റേഷനിലാണ് അല്ലു അർജുൻ ഇപ്പോൾ ഉള്ളത്. ഈ പോലീസ് സ്റ്റേഷന് പുറത്ത് അല്ലു അർജുന്റെ ചില കുടുംബാംഗങ്ങളുണ്ട്. അല്ലു അർജുന്റെ സഹോദരൻ ഈ പോലീസ് സ്റ്റേഷന് പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ അക്ഷമനായ അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിപ്പോയി എന്നുകൂടി ചില വിവരങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ അല്ലു അർജുന് തുടരേണ്ടി വരും എന്നുള്ള സൂചന കൂടി ലഭിക്കുന്നുണ്ട്. ചഞ്ചൽഗുഡ ജയിലിലേക്ക് അല്ലു അർജുനെ മാറ്റിയിട്ടില്ല, മറിച്ച് പോലീസ് സ്റ്റേഷനിലാണ് അല്ലു അർജുനെ ഇപ്പോൾ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 5.5 മണിക്കൂറായി അദ്ദേഹം ഈ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ എടുത്തത്. അതിനുശേഷം നടന്ന നാടകങ്ങളും വലിയ നീക്കങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അല്ലു അർജുന്റെ ആരാധകരും ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ ഈ നഗരത്തിൽ സർക്കാരിനെതിരെ വലിയ തോതിലൊരു പ്രതിഷേധമാണ് ഈ രാത്രി പലയിടങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ സർക്കാരിനെതിരെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ വ്യക്തിപരമായ രീതിയിൽ പോലും വലിയ ആക്ഷേപങ്ങൾ ഉണ്ടാവുകയാണ്. ഭരണപരാജയം മറച്ചുവെക്കാനായി ഒരു നടനെ ജയിലിലാക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ അല്ലു അർജുന് സർക്കാരുമായി വലിയൊരു അടുപ്പം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ദേശീയ അവാർഡ് ലഭിച്ചത് മുതൽ തന്നെ സർക്കാരിന് അദ്ദേഹത്തിനോട് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തിനോട് പ്രശ്നമുണ്ട് എന്ന തരത്തിലൊക്കെ ഈ വിഷയം വലിയ വിഷയമായി മാറുകയാണ്. BJPയുടെ ഒക്കെ ദേശീയ നേതാക്കൾ രേവന്ത് റെഡ്ഡി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ്. അത്തരത്തിലേക്ക് ഈ വിഷയം മാറിയിരിക്കുന്നു. നിലവിൽ ഏറ്റവും പ്രധാനം ഈ കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അല്ലു അർജുനെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരുത്തിയിരിക്കുകയാണ്. ഈ സമയം അല്ലു അർജുൻ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. മിക്കവാറും അദ്ദേഹത്തിന് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ തുടരേണ്ടി വരും എന്നുള്ളൊരു സൂചന കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. രാഷ്ട്രീയ പ്രശ്നം കൂടിയായി മാറുന്ന കാഴ്ചയാണോ റഹീസ്? കാരണം ഇത്രയധികം മണിക്കൂറായി അദ്ദേഹം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ തുടരുന്നുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തടസ്സമാണോ? എന്താണ് പോലീസിന്റെ വാദം? പ്രവിത, സാധാരണഗതിയിൽ ഈ പ്രതിഭാഗം അഭിഭാഷകന്റെ കയ്യിലാണ് ഈ ജാമ്യ ഉത്തരവ് കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. ആ ജാമ്യ ഉത്തരവ് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത് ജയിലിലാണ് നൽകുന്നത് എങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ളൊരു സമയ പരിധിയുണ്ട്. ആ സമയത്തിനുള്ളിൽ ഇത് ജയിലിൽ എത്തിച്ചില്ല എങ്കിൽ അന്ന് ഇത് അക്സെപ്റ്റ് ചെയ്യില്ല, ഇത് സ്വീകരിക്കില്ല. അത് ജയിൽ വാർഡനൊക്കെ എടുക്കുന്ന ഒരു തീരുമാനമാണ്. പക്ഷെ പോലീസ് സ്റ്റേഷനിലായതുകൊണ്ട് ഒരു പക്ഷേ ഇത് എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാം, ഈ അപേക്ഷ പരിഗണിക്കാം എന്നുള്ളൊരു സാങ്കേതികത്വം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യം മുതൽ തന്നെ എങ്ങനെയും അല്ലു അർജുനെ ജയിലിലാക്കണം, കുറെ നേരം പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ നിയമപരമായി നേരിടണം എന്നുള്ളൊരു ഉറച്ച ഒരു തീരുമാനത്തിലാണ് ആദ്യം മുതൽ തന്നെ ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വലിയ പ്രതിഷേധം ഒരുപക്ഷെ ഈ ജയിലിന് ഈ ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉണ്ടായേക്കാം. അല്ലു അർജുന്റെ നിരവധി ആരാധകർ ഈ സ്റ്റേഷന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഇവരെയൊക്കെയും പറഞ്ഞുവിട്ടതാണ്. ഈ ജാമ്യം ലഭിച്ച ഘട്ടത്തിൽ ഇവരൊക്കെയും പോലീസ് നിയന്ത്രിച്ചു മാറ്റി നിർത്തിയതാണ്. പക്ഷെ അവർ വീണ്ടും ഈ ജയിലിന് അല്ലെങ്കിൽ ഈ ഒരു പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തുന്നുണ്ട്. അതൊരു വലിയ സംഘർഷത്തിലേക്കൊക്കെ ഒരുപക്ഷെ എത്തിയേക്കാം. അത് മാത്രമല്ല, ഈ രേവന്ത് റെഡ്ഡിക്ക് വ്യക്തിപരമായി അല്ലു അർജുനോട് താല്പര്യമില്ല എന്നുള്ള തരത്തിൽ നിരവധി ഉദാഹരണങ്ങൾ അവർ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിട്ടുണ്ട്. അതിന് ഒരു വളം വെച്ചു കൊടുക്കുന്ന ഒരു രീതി കൂടിയാണ് ഇന്ന് സർക്കാരിന്റെയും ഒപ്പം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം മുഖ്യമന്ത്രി നിയമത്തിന്റെ വഴിക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും നേരിട്ട് അല്ലു അർജുൻ ബോധപൂർവം നടത്തിയ ഒരു ക്രൈമിന്റെ ഭാഗമായിട്ടല്ല ഈ കേസ് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല, നേരത്തെ തന്നെ ഈ തിയേറ്റർ ഉടമകൾ പോലീസിനോട് സെക്യൂരിറ്റി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിലിപ്പോൾ പോലീസ് പറയുന്നത് നിരവധി ഇത്തരത്തിലുള്ള കത്തുകൾ, ഇമെയിലുകൾ തങ്ങൾക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ എല്ലാത്തിനും സെക്യൂരിറ്റി നൽകാൻ കഴിയില്ലല്ലോ എന്നൊരു വാദം പോലീസ് വെക്കുമ്പോൾ വീണ്ടും അവർ തന്നെ പ്രതിരോധത്തിലാവുകയാണ്. കാരണം ഇങ്ങനെ ഒരു
വലിയ സീൻ ഉണ്ടാകുമെന്ന് ഇവർക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതും നാളെ ഈ കേസിൽ അല്ലു അർജുന് നിലവിൽ ഇടക്കാല ജാമ്യമാണ് ഈ കേസ് തന്നെ തള്ളിപ്പോകുന്നതിലേക്ക് ഒരുപക്ഷെ എത്തിയേക്കാം. അതുകൊണ്ട് തന്നെ പോലീസ് നിലവിൽ പ്രതിരോധത്തിലാണ്. അപ്പോൾ തങ്ങൾ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ളൊരു നിലയിലാണ് പോലീസ് ഈ ഘട്ടം വരെയും പെരുമാറുന്നത് എന്ന് പറയേണ്ടി വരും. എത്ര കണ്ട് വൈകിപ്പിക്കാമോ അത്ര കണ്ട് വൈകിപ്പിക്കുക എന്നുള്ളൊരു രീതി അവർക്കുണ്ട്. ഇനി ഒരുപക്ഷെ ഈ പേപ്പർ ഇവിടെ എത്തിയാലും ഈ ജാമ്യ ഉത്തരവ് സ്റ്റേഷനിലേക്ക് എത്തിയാലും അവർ അത് മാക്സിമം വൈകിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള പോലീസിന്റെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറും. കാരണം ഇപ്പോൾ രാഷ്ട്രീയമായി BJPയുടെ ഉന്നത നേതാക്കളാണ് നേരിട്ട് രേവന്ത് റെഡ്ഡിക്കെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ BRSഉം ഇതേ പാതയിൽ തന്നെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നാളെ വലിയ ചർച്ചാ വിഷയമാകും. ജാമ്യവുമൊക്കെ ഇപ്പോൾ മറ്റൊരു തരത്തിലേക്ക് മാറുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമായി മാറുന്നു. പുഷ്പ 2 സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് ഇടക്കാല ജാമ്യം നടന് ലഭിച്ചുവെങ്കിലും ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു പോരാൻ സാധിച്ചിട്ടില്ല. ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. വലിയ പ്രതിഷേധം ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നാണ് മുഹമ്മദ് റഹീസ് നൽകുന്ന വിവരം. വീട്ടിൽ കയറി പോലീസിന്റെ അറസ്റ്റും ഒടുവിൽ കോടതിയിൽ നിന്ന് ജയിച്ചു വരുന്ന നായകനും. ഏതാണ്ട് സിനിമാ സ്റ്റൈൽ തന്നെയായിരുന്നു അല്ലു അർജുന്റെ അറസ്റ്റും ജാമ്യവും. സിനിമയിൽ നായകന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറുന്ന പോലീസിനെ പോലെയായിരുന്നു അല്ലു അർജുന്റെ ജൂബിലി ഹിൽസിലെ വീട്ടിലേക്ക് ഇന്ന് ഹൈദരാബാദ് പോലീസ് ടാസ്ക് ഫോഴ്സ് കടന്നു ചെന്നത്. വീട്ടിലുണ്ടായിരുന്ന വേഷത്തിൽ അറസ്റ്റ് ചെയ്ത് ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. പോലീസ് സംഘം പെട്ടെന്ന് കരുക്കൾ നീക്കി. അതിവേഗം വൈദ്യപരിശോധന. പിന്നാലെ നാമ്പള്ളി കോടതിയിൽ ഹാജരാക്കി. അല്ലു അർജുനെ റിമാൻഡും ചെയ്തു. ഇന്റർവെല്ലായപ്പോൾ വിജയം പോലീസിനൊപ്പം. അതിനിടെ ഹൈക്കോടതിയിൽ അല്ലു അർജുന്റെ ഹർജിയിൽ വാദം തുടങ്ങിയിരുന്നു. സമാന്തരമായി നടനെ ചഞ്ചൽഗുഡയിലെ ജയിലിലേക്ക് മാറ്റാൻ പോലീസും ഒരുങ്ങി. പോലീസ് വാഹനമൊക്കെ എത്തിച്ച് ജയിലിലേക്കുള്ള വഴിയിൽ സുരക്ഷ കൂട്ടിയിരിക്കുമ്പോഴാണ് ഹൈക്കോടതി അല്ലു അർജുന് ജാമ്യം അനുവദിച്ചത്. അങ്ങനെ ക്ലൈമാക്സിൽ പോലീസ് തോറ്റു. ഈ ട്വിസ്റ്റ് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഉച്ച മുതലുള്ള പോലീസ് നടപടികൾ അല്പം അധികമായി പോയോ എന്ന് വരും ദിവസങ്ങളിൽ റിവ്യൂ ചെയ്യപ്പെടും. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. വാർത്തകൾ തുടരുന്നു. മരണത്തിലും ഒരുമിച്ച് അവർ 4 പേർ. നാടിനെ കണ്ണീർ കടലാക്കി പാലക്കാട് പനയമ്പാടത്ത് ലോറി പാഞ്ഞു കയറി മരിച്ച 4 പെൺകുട്ടികൾ ഇനി ഓർമ്മ. തുപ്പനാട് ജുമാ മസ്ജിദിലാണ് 4 കൂട്ടുകാരികൾക്കും ഖബറൊരുക്കിയത്. കരിമ്പനയ്ക്കൽ ഓഡിറ്റോറിയത്തിലെ പൊതുദർശന ചടങ്ങിൽ വിതുമ്പലോടെ നാട് മുഴുവൻ വിദ്യാർത്ഥികൾക്ക് യാത്രാമൊഴി നൽകി. പെയ്തു തോരാത്ത സങ്കടപ്പെരുമഴയിൽ നാടൊന്നാകെ അവർ 4 പേർക്കും അന്ത്യയാത്രാ മൊഴി ചൊല്ലി. കുഞ്ഞുനാൾ മുതലുള്ള കൂട്ടുകാർ അവസാന യാത്രയിലും ഒന്നിച്ചു. തുപ്പനാട് ജുമാ മസ്ജിദിൽ ഒരേ നിരയിലൊരുങ്ങിയ ഖബർ നാടിനാകെ വിങ്ങലായി. നിതയും ആയിഷയും ഇർഫാനയും ഹൃദയും പൊന്നോമനകളെ അവസാന നോക്ക് കാണാനെത്തിയവർക്ക് സങ്കടം താങ്ങാനായില്ല. അലമുറയിട്ട് കരഞ്ഞ ഉറ്റവർ
ഇന്നലെ വരെ ചേർന്നു നടന്ന സഹപാഠികൾ, അധ്യാപകർ, അവസാനമായി കാണാനെത്തിയവർ ഉള്ളുലഞ്ഞു മടങ്ങി. മൃതദേഹം പൊതുദർശനത്തിന് വെച്ച കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് നാട് മുഴുവൻ ഒഴുകിയെത്തി. വേർപാട് താങ്ങാനാകാതെ കരയുന്നവർക്ക് മുന്നിൽ അവർ നിസ്സഹായരായി. ഇന്നലെ പരീക്ഷ എഴുതി മടങ്ങിയ കൂട്ടുകാരാണ്. ഇന്നും അതുപോലെ സ്കൂളിൽ എത്തേണ്ടതായിരുന്നു. എന്നാൽ എല്ലാം തെറ്റിച്ച അപകടം ജീവിത സന്തോഷത്തിന്റെ നിറം കെടുത്തി. വിട. കരിമ്പയിൽ നിന്ന് ടീം 24. 4 വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത അപകടത്തിന് പിന്നാലെ സുരക്ഷാ നടപടികളുമായി അധികൃതർ. പനയമ്പാടം റോഡിൽ വാഹനവേഗം നിയന്ത്രിക്കാൻ പോലീസ് പരിശോധന തുടങ്ങി. അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധമുയർത്തിയ സാഹചര്യത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അപകടത്തിന് കാരണമായ 2 ലോറികളുടെയും ഡ്രൈവേഴ്സ് റിമാൻഡിലാണ്. അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്നലെ ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുമായി ഇന്ന് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചർച്ച നടന്നത്. അമിതവേഗം നിയന്ത്രിക്കാൻ ഇന്നു മുതൽ പോലീസ് പരിശോധന നടത്താനാണ് തീരുമാനം. പാലക്കാട് മണ്ണാർക്കാട് റോഡിൽ പോലീസ് സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചു. പോലീസും മോട്ടോർ വാഹന വകുപ്പും PWD ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ടീം സുരക്ഷാ ഓഡിറ്റിംഗ് നാളെ നടത്തും. ഇപ്പോൾ അതൊന്ന് അവിടെ പരിശോധിക്കട്ടെ. നാളെ എന്തെല്ലാം വേണം എന്നുള്ളത് അവർ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂടി പോയി പരിശോധിക്കുമല്ലോ. ഇനി അവിടെ ഒരു മരണം ഉണ്ടാകാതെ, ആക്സിഡന്റ് ഉണ്ടാകാതെ കഴിക്കാനുള്ള നടപടികളൊക്കെ ആയിട്ട് അവർ നിർദ്ദേശം കൊണ്ടുവരും. റോഡ് പരിപാലിക്കുന്നതിൽ ദേശീയപാത അതോറിറ്റിക്ക് വീഴ്ച സംഭവിച്ചെന്ന് MLA കെ ശാന്തകുമാരി. റോഡിൽ ഗ്രിപ്പ് വയ്ക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. നാഷണൽ ഹൈവേ അതോറിറ്റിയോട് അടിയന്തരമായിട്ട് അവിടെ മില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, റോഡ് സ്മൂത്തനിങ് കുറയ്ക്കാനായിട്ട്, ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടി പറഞ്ഞിട്ടുണ്ട്. അത് അവരിപ്പോൾ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള മെഷീൻ ഇവിടെ സ്ഥലത്തില്ല, അത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോൺ സന്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വന്നാൽ തന്നെ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു സ്പീഡ് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. അപകടത്തിന് കാരണമായ 2 ലോറികളുടെയും ഡ്രൈവർമാരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കാസർഗോഡ് സ്വദേശി മഹേന്ദ്ര പ്രസാദ്, മലപ്പുറം സ്വദേശി പ്രജിൻ ജോൺ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. 24 പാലക്കാട്. 4 വിദ്യാർത്ഥിനികളുടെ വേർപാടിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ. പ്രിയപ്പെട്ട കുട്ടികളുടെ വിയോഗം താങ്ങാനാകുന്നില്ല അധ്യാപകർക്കും സഹപാഠികൾക്കും. തിങ്കളാഴ്ച മുതൽ സഹപാഠികൾക്ക് പ്രത്യേക കൌൺസിലിംഗ് നൽകുമെന്ന് ഹെഡ്മാസ്റ്റർ ജമീർ പറഞ്ഞു. ഡിസംബർ 21-ന് സുവർണ ജൂബിലി ആഘോഷവും ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും നടക്കേണ്ടതാണ്. അന്ന് ഈ വേദിയിൽ ഒരു ഒപ്പന അരങ്ങേറും. അതിലെ മണവാട്ടിയായി ആയിഷ, 2 തോഴിമാർ. അവരിന്ന് തുപ്പനാട് ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിൽ ഉറങ്ങുകയാണ്. ഹിന്ദി പരീക്ഷയ്ക്ക് കാണാം മാഷെ എന്നും പറഞ്ഞ് പിരിഞ്ഞ കുട്ടികളാണ്. സദാനന്ദൻ മാഷിന് ഒന്നും ഉൾക്കൊള്ളാനായിട്ടില്ല. ഇന്നലെ എക്സാം എഴുതി പോകുന്ന സമയത്ത് എന്നെ കണ്ട് നാളെ നേരത്തെ വരാം സാർ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഞാനും ഒരുമിച്ചാണ് ഇറങ്ങിയത്. ഞാൻ സ്കൂട്ടറിൽ ഇങ്ങോട്ട് പോയി, അവരങ്ങ് നടന്നു വരികയും ചെയ്തു. ഞാൻ കല്ലടിക്കോട്, എൻ്റെ വീട് കല്ലടിക്കോടാണ്. കല്ലടിക്കോട് ഞാൻ ഹൈവേയിൽ നിന്ന് തിരിയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും എനിക്ക് ഫോൺ വന്നു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ അവിടെ തിരിച്ച് സ്റ്റോപ്പിലേക്ക് എത്തി. ഉടനെ തന്നെ തച്ചമ്പാറ ഹോസ്പിറ്റലിൽ എത്തണമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ സഹപ്രവർത്തകനായ ഭാസ്കര മാഷ് ഉടനെ തച്ചമ്പാറ ഹോസ്പിറ്റലിലെത്തി. കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. ഒരിക്കലും ഇങ്ങനെ ഒരു പ്രയാസം നേരിടേണ്ടി വന്നിട്ടില്ല ഇതുവരെ ജീവിതത്തിൽ. ആശുപത്രിയിൽ ഹൃദയുടെയും ഫിദയുടെയും ഇർഫാനയുടെയും ആയിഷയുടെയും മൃതദേഹം തിരിച്ചറിയാൻ ആദ്യമെത്തിയ കൂട്ടത്തിൽ ഭാസ്കരൻ മാഷും ഉണ്ടായിരുന്നു. സങ്കടം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. ഒപ്പം പഠിക്കുന്ന കുട്ടികൾ, അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, അവർക്കൊക്കെ ഇത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരാൾക്കും
ഇത് താങ്ങാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷവും കൂടി ആഘോഷിക്കുന്ന ഒരു വർഷമായിരുന്നു. ഈ 21-ാം തീയതി ഈ കുട്ടികൾ ഒപ്പന മത്സരത്തിന് ഈ സ്റ്റേജിൽ കയറേണ്ട വിദ്യാർത്ഥികളാണ്. ഈ ദുരന്തം ഒരിക്കലും നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. നടുക്കം വിട്ടുമാറിയിട്ടില്ല കൂട്ടുകാർക്കൊന്നും. പ്രത്യേക കൗൺസിലിംഗ് നൽകാനാണ് സ്കൂൾ തീരുമാനം. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീടുകളിൽ നമ്മൾ സന്ദർശിച്ച് അവർക്ക് വേണ്ട മാനസിക പിന്തുണ കൊടുക്കും. പിന്നെ അവർക്കൊരു സ്കൂൾ തുറന്നു വരുമ്പോൾ കുട്ടികൾക്കൊരു ഗ്രൂപ്പ് കൗൺസിലിങ്ങും. ഇപ്പോൾ തുറന്നു വരുമ്പോഴായിരിക്കും കുട്ടികൾക്ക് കൂടുതൽ പ്രയാസം ഉണ്ടാവുക. കാരണം ഒരു ക്ലാസ് റൂമിൽ ആ സ്പോട്ട് ഒഴിഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രയാസം. ഈ ക്ലാസ്സിലിരുന്നാണ് ഒരുമിച്ച് പഠിച്ചിരുന്നത്. ഇനി അവരില്ല എന്ന ശൂന്യത മറികടക്കാൻ കൂട്ടുകാർക്ക് കഴിയട്ടെ. നല്ല ഓർമ്മകൾ പാഞ്ഞെത്തിയ ദുസ്വപ്നത്തെ മറികടക്കട്ടെ. വിപിൻ സി വിജയൻ, 24 പാലക്കാട്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വാഹനാപകടം. കാസർഗോഡ് നീലേശ്വരത്ത് വാഹനാപകടത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചു. തിരുവനന്തപുരം ആര്യനാട് സ്കൂൾ ബസ് മരത്തിലിടിച്ച് 12 വിദ്യാർത്ഥികൾക്ക് പരുക്കേറ്റു. മലപ്പുറം പൊന്നാനിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കാർ പാഞ്ഞുകയറി 3 വിദ്യാർത്ഥികൾക്ക് പരുക്കേറ്റു. താമരശ്ശേരി ചുരത്തിൽ പിക്കപ്പ് ലോറി തലകീഴായി മറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്ന ചാവക്കാട് സ്വദേശികളായ ഡ്രൈവറും സഹായിയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാലക്കാട് ഒറ്റപ്പാലത്ത് നിർത്തിയിട്ട വാഹനം കുട്ടികൾ സ്റ്റാർട്ട് ചെയ്തതിനെ തുടർന്ന് അപകടമുണ്ടായി. കോഴിക്കോട് ചേളന്നൂരിൽ 3 വയസ്സുകാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ദൃശ്യങ്ങളും ഇന്ന് പുറത്തുവന്നു. വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനത്തിന് ചിലവായ തുക ആവശ്യപ്പെട്ട് പ്രതിരോധ മന്ത്രാലയം സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് എഴുതിയ കത്ത് പുറത്ത്. 2019 മുതലുള്ള പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ചിലവായ 132.61 കോടി രൂപയാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസ പ്രവർത്തനവും ഇതിൽ ഉൾപ്പെടുന്നു. ദുരന്തങ്ങളിലും വെള്ളപ്പൊക്കത്തിലും നീട്ടിയ രക്ഷാഹസ്തത്തിന് പണം ആവശ്യപ്പെട്ട് ഒക്ടോബർ 22-നാണ് പ്രതിരോധ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി വിക്രം ഗൌർ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. 2019 ഒക്ടോബറിൽ പ്രളയ ദുരിതാശ്വാസം എത്തിച്ചതു മുതൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ദിവസങ്ങളിലെ എയർലിഫ്റ്റിംഗ് വരെയുള്ള സേവനങ്ങൾ അക്കമിട്ട് നിർത്തിക്കൊണ്ടാണ് ചിലവായ തുക ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന ജൂലൈ 30 നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് 6.72 കോടി രൂപയും 2.19 കോടി രൂപയും 2 കണക്കിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രളയ ദുരിതാശ്വാസമായി ജൂലൈ 30 2.48 കോടി രൂപ കൂടി പ്രതിരോധ മന്ത്രാലയം അയച്ചുതന്ന കണക്കിലുണ്ട്. ജൂലൈ 30 തന്നെ എയർലിഫ്റ്റ് ചെയ്ത വകയിൽ 1.72 കോടി രൂപയും വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. കുടിശ്ശികയായിരിക്കുന്ന തുക എത്രയും വേഗം നൽകണമെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആവശ്യം. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ടി സിദ്ദിഖ് MLAയുടെ റിവൈവ് വയനാട് പദ്ധതിക്ക് പിന്തുണയുമായി മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഫിലാഡൽഫിയ. ഉരുൾപൊട്ടലിനെ തുടർന്ന് ഉപജീവന മാർഗം നഷ്ടപ്പെട്ട നൌഫൽ, ജംഷീർ എന്നിവർക്കുള്ള ഓട്ടോറിക്ഷകളും രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട ഹാനിയയ്ക്കുള്ള സൈക്കിളും ടി സിദ്ദിഖ് MLAയുടെ സാന്നിധ്യത്തിൽ വിതരണം ചെയ്തു. മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഫിലാഡൽഫിയ പ്രസിഡന്റ് ശ്രീജിത്ത് കോമത്ത് മുഖ്യാതിഥിയായിരുന്നു. കൽപ്പറ്റ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് ബാബു, കോൺഗ്രസ് കൽപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് കൽപ്പറ്റ, കോൺഗ്രസ് മേപ്പാടി മണ്ഡലം വൈസ് പ്രസിഡന്റ് പി സുലൈമാൻ, മുസ്ലിം ലീഗ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റി കമ്മിറ്റി പ്രസിഡന്റ് N മുസ്തഫ, റിവൈവ് വയനാട് ടീം അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മുണ്ടകൈ ചൂരൽമല ദുരന്തത്തിന് വിധേയരായ ആളുകൾക്കുള്ള ജീവനോപാധി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായി ഇന്ന് 2 പേർക്ക് ഓട്ടോറിക്ഷയും അതുപോലെ മണിക്കൂറുകൾ പിടിച്ചു നിന്ന് തൻ്റെ ഗ്രാൻഡ് മദറിനെ രക്ഷപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത ആ പയ്യന് പ്രിയങ്ക ഗാന്ധിയോട് ഒരു സൈക്കിൾ വേണമെന്ന് ആ കുട്ടി ആവശ്യപ്പെട്ടിരുന്നു.
ആ സൈക്കിളും ഇന്ന് കൊടുക്കുകയാണ്. ഈ ദുരന്തത്തിൽ നമ്മളോട് ചേർന്ന് നിന്ന് വലിയൊരു ആശ്വാസകരമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഗ്രേറ്റർ ഫിലാഡൽഫിയ മലയാളി അസോസിയേഷനോടുള്ള ഹൃദയത്തിൽ ചേർന്ന നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുക. കോൺഗ്രസിലെ അതൃപ്തി തുറന്നു പറഞ്ഞ രമേശ് ചെന്നിത്തല പാർട്ടിയിൽ കൂടിയാലോചന വേണമെന്നും പ്രവർത്തകർക്ക് വിഷമമാകുന്നതിനാലാണ് പലതും തുറന്നു പറയാത്തതെന്നും രമേശ് ചെന്നിത്തല 24-നോട് പറഞ്ഞു. കെ സുധാകരനെ മാറ്റേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നും രമേശ് ചെന്നിത്തല 24-നോട് വ്യക്തമാക്കി. സംഘടന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതാണ്. ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ പൊതുവേദിയിലേക്ക് എത്തിക്കുന്നതിനോട് ജനങ്ങൾക്കും പ്രവർത്തകർക്കും താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു വിവാദങ്ങളും പറയാനില്ലാത്തതുകൊണ്ടല്ല, പറയാൻ അറിയാത്തത് കൊണ്ടുമല്ല. ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം KPC പ്രസിഡന്റാണ്, തുടരുകയാണ്. അപ്പം അദ്ദേഹത്തെ മാറ്റേണ്ട ഒരു സാഹചര്യം ഞാൻ ഇപ്പോൾ കാണുന്നില്ല. അങ്ങനൊരു ചർച്ചയും നടന്നിട്ടില്ല. സംഘടനാ തലത്തിൽ ഒരു മാറ്റത്തിനൊരു ചർച്ച ഔദ്യോഗികമായി ഒരു ഘട്ടത്തിലും നടന്നിട്ടില്ല. മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ കണ്ണൂർ കോൺഗ്രസിൽ താൽക്കാലിക വെടിനിർത്തൽ. MK രാഘവൻ MPയെ എതിർക്കുന്നവർ പരസ്യ പ്രതിഷേധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും. KPCC ഉപസമിതി നടത്തിയ ചർച്ചയിലാണ് ധാരണ. മാടായി കോളേജിൽ CPIM-കാർക്ക് നിയമനം നൽകിയെന്ന തർക്കമാണ് കണ്ണൂർ കോൺഗ്രസിൽ പരസ്യ കലാപമായി വളർന്നത്. പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന KPCC ഉപസമിതി നിർദ്ദേശം MK രാഘവൻ വിരുദ്ധചേരി അംഗീകരിച്ചു. എന്നാൽ കോളേജിൽ നിയമനം ലഭിച്ച MK ധനേഷിൽ നിന്ന് രാജി എഴുതി വാങ്ങണമെന്ന നിലപാടിൽ രാഘവനെ എതിർക്കുന്നവർ ഉറച്ചുനിന്നു. നിയമനം പുനഃപരിശോധിക്കുന്നത് അസാധ്യമെന്നാണ് കോളേജ് ഭരണസമിതി നിലപാട്. നല്ല അന്തരീക്ഷമുണ്ടാക്കാനായെന്നും വീണ്ടും ചർച്ചകൾ നടത്തുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോവുക, അതേസമയം പാർട്ടിക്കകത്ത് നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കുക, ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നിരിക്കും. ഞങ്ങൾ ഇനി വീണ്ടും ഒന്നുകൂടി ഇരിക്കും. ഉപസമിതി നിർദ്ദേശങ്ങളുമായി സഹകരിക്കുമെന്ന് MK രാഘവനെ എതിർക്കുന്ന പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം. ഉപസമിതി ചർച്ചയിലെ ധാരണ കണ്ണൂർ കോൺഗ്രസിന് താൽക്കാലിക ആശ്വാസം. കോളേജിൽ നിയമനം ലഭിച്ച 4 പേരിൽ ഒരാളായ MK ധനേഷിനെ ജോലിയിൽ തുടരാൻ അനുവദിക്കരുതെന്ന ആവശ്യത്തിലാണ് രാഘവനെ എതിർക്കുന്നവർ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ കോളേജ് ഭരണസമിതി ചെയർമാനായ MK രാഘവൻ വഴങ്ങിയേക്കില്ല. ഇതോടെ സമ്പൂർണ്ണ പ്രശ്നപരിഹാര ഫോർമുല ഇനിയും അകലെ. കൂടുതൽ കൂടിയാലോചനകൾ നടത്തിയ ശേഷം KPCCക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉപസമിതി തീരുമാനം. 24 കണ്ണൂർ. കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചും പരിഹസിച്ചും ലോക്സഭയിലെ കന്നിപ്രസംഗത്തിൽ പ്രിയങ്ക ഗാന്ധി ഭരണഘടനയെ അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ വഴികളും തേടുന്നുവെന്നും അദാനിക്ക് വേണ്ടി എല്ലാം അട്ടിമറിക്കുന്നുവെന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിച്ചാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ 2 ദിവസത്തെ ചർച്ചയ്ക്ക് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടക്കമിട്ടത്. जो सुरक्षाकर्मी, जो जवान अफसर 13 दिसंबर को संसद की सुरक्षा के लिए शहीद हुए, उनके प्रति मैं श्रद्धांजलि व्यक्त करना चाहती हूँ. പാർലമെന്റ് ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരം അർപ്പിച്ചാണ് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലെ കന്നിപ്രസംഗം തുടങ്ങിയത്. ഉന്നാവോ, സംബൽ, മണിപ്പൂർ വിഷയങ്ങൾ ഉന്നയിച്ച പ്രിയങ്ക ഗാന്ധി അദാനി വിഷയവും പരാമർശിച്ച് കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചു. जो गरीब है वो और गरीब हो रहा है, जो अमीर है वो और अमीर हो रहा है. इस सरकार ने आर्थिक न्याय की भी सुरक्षा कवच तोड़ दिया है. ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള എല്ലാ വഴികളും കേന്ദ്രം തേടുന്നുവെന്ന് പ്രിയങ്ക. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് പ്രതിപക്ഷ നേതാക്കളെ ജയിലിലാക്കുകയാണ്. BJPയെ പരിഹസിച്ചും പ്രതിപക്ഷ നിരയുടെ കയ്യടി നേടി പ്രിയങ്ക. ചർച്ച ഭരണഘടനയിന്മേലാണെന്ന് സ്പീക്കർ ഓർമ്മിപ്പിച്ചെങ്കിലും പ്രിയങ്ക വഴങ്ങിയില്ല. पूरी देश की जनता जानती है कि इनका हस्ती है, जानती है कि इनके यहाँ तो वॉशिंग मशीन है. കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിച്ചാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടക്കമിട്ടത്. ഭരണഘടനയെ അട്ടിമറിക്കാൻ കോൺഗ്രസ് സർക്കാരുകൾ പലവട്ടം ശ്രമിച്ചെന്ന് രാജ്നാഥ് സിംഗ്. भारत का संविधान भारत के लोगों के द्वारा भारत के विचारों के साथ भारत के मूल्यों के अनुरूप बनाया गया एक अनपैरेलल्ड ट्रांसफॉर्मेटिव यह डॉक्यूमेंट है. അഖിലേഷ് യാദവ്, കല്യാൺ ബാനർജി, മഹുവ മൊയ്ത്ര തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മറുപടി പറയും. രാഹുൽ ഗാന്ധിയും നാളെ സംസാരിക്കും. 24 ഡൽഹി. നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച രാജ്യസഭ. സഭാധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെയും തമ്മിലുള്ള വാക്പോരിനാണ് സഭ വേദിയായത്. ബഹളത്തെ തുടർന്ന് രാജ്യസഭ തിങ്കളാഴ്ച വരെ പിരിഞ്ഞു.
രാജ്യസഭാധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിനെതിരായ അവിശ്വാസ പ്രമേയത്തിൽ BJP അംഗങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചു. ക്രമപ്രശ്നമുന്നയിച്ച് സംസാരിച്ച രാധാമോഹൻദാസ് അഗർവാൾ അടക്കമുള്ള 3 BJP അംഗങ്ങൾ സഭയെയും സഭാധ്യക്ഷനെയും അവഹേളിച്ച പ്രതിപക്ഷാംഗങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടു. തനിക്കെതിരായ പ്രതിപക്ഷത്തിന്റെ നീക്കത്തിൽ വേദനയുണ്ടെന്ന് പറഞ്ഞ ജഗ്ദീപ് ധൻഖർ ചേംബറിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടും സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ലെന്നും താൻ കർഷകന്റെ മകനാണ് പിന്മാറില്ലെന്നും വ്യക്തമാക്കി. ധൻഖർ കർഷകന്റെ മകനെങ്കിൽ താൻ കർഷക തൊഴിലാളിയുടെ മകനെന്ന് മല്ലികാർജുൻ ഖർഗെ. പ്രതിപക്ഷത്തെ ബഹുമാനിക്കാത്ത ചെയറിനെ പ്രതിപക്ഷം ബഹുമാനിക്കില്ലെന്നും ഖർഗെ. ബഹളത്തെ തുടർന്ന് സഭ പിരിയുന്നതായി പ്രഖ്യാപിച്ച രാജ്യസഭാധ്യക്ഷൻ പ്രതിപക്ഷ കക്ഷി നേതാക്കളെ വീണ്ടും ചേംബറിൽ ചർച്ചയ്ക്ക് ക്ഷണിച്ചു. 24 ഡൽഹി. പത്തനംതിട്ട മണിയാർ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട കാർബറണ്ടം കമ്പനി KSEBയുമായുള്ള കരാർ ലംഘിച്ചുവെന്ന് കണ്ടെത്തൽ. കരാർ ലംഘിച്ചെന്ന് കാണിച്ച് 2022 KSEB കമ്പനിക്ക് നൽകിയ നോട്ടീസ് 24 ലഭിച്ചു. വൈദ്യുതിക്ക് വിലക്കുറവുള്ള സമയം കമ്പനി വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയെന്നും കണ്ടെത്തി. 24 ഫോളോ. മണിയാർ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള കരാർ 25 വർഷം കൂടി നീട്ടി നൽകാനുള്ള സർക്കാർ നീക്കം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. പിന്നാലെ കരാർ കാലയളവിൽ തന്നെ കമ്പനി നടത്തിയ കരാർ ലംഘനത്തിന്റെ തെളിവുകളും 24 ലഭിച്ചു. കാർബറണ്ടം കമ്പനിയുടെ 3 സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങണമെങ്കിൽ മണിയാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പൂർണ്ണമായും ഉപയോഗിച്ചു തീർക്കണം. ഇതാണ് കരാർ. എന്നാൽ കമ്പനി ചെയ്തത് വൈദ്യുതിക്ക് വിലക്കുറവുള്ള പകൽ സമയം പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി. വിലക്കൂടുതലുള്ള രാത്രി നേരങ്ങളിൽ നേരത്തെ ഉൽപ്പാദിപ്പിച്ച് KSEB ഗ്രിഡിലേക്ക് മാറ്റിയ വൈദ്യുതി തിരികെയെടുത്തു. ഇത് കരാർ വ്യവസ്ഥയുടെ ലംഘനമാണെന്ന് കാട്ടി കമ്പനിക്ക് KSEB കത്തയച്ചു. കാർബറണ്ടം കമ്പനിക്ക് മണിയാർ പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള 30 വർഷത്തെ കരാർ ഈ മാസം അവസാനിക്കും. എന്നാൽ വ്യവസായ വകുപ്പ് ഇടപെട്ട് 25 വർഷം കൂടി കരാർ നീട്ടി നൽകാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. വ്യാജ സ്ക്രീൻഷോട്ട് കേസിലെ കേസ് ഡയറി പോലീസ് കോടതിയിൽ ഹാജരാക്കി. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ഫേസ്ബുക്ക്, വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിന്മാരെ എന്തുകൊണ്ട് പ്രതി ചേർത്തില്ല എന്ന് കോടതി ചോദിച്ചു. വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടി MSF നേതാവ് മുഹമ്മദ് കാസിം വടകര മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണ പുരോഗതി വ്യക്തമാക്കിയുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകിയത്. തുടർന്ന് ഇന്ന് വടകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ പോലീസ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. കേസിൽ അമ്പാടിമുക്ക് സഖാക്കൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അഡ്മിൻ മനീഷ്, റെഡ് ബറ്റാലിയൻ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത അമൽറാം, റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത റിബേഷ്, പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ വഹാബ് എന്നിവരെ എന്തുകൊണ്ട് പ്രതി ചേർത്തില്ലെന്ന് കോടതി ചോദിച്ചു. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് കേസ് പരിഗണിച്ചത്. 24 കോഴിക്കോട്. സെൻട്രൽ ഏഷ്യൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൽ നിന്നുള്ള കാലിക്കറ്റ് ഹീറോസ് ഫൈനലിൽ സെമിയിൽ ഇറാൻ ക്ലബിനെ പരാജയപ്പെടുത്തി. ആദ്യ സെറ്റ് നഷ്ടമായതിനു ശേഷമാണ് കാലിക്കറ്റ് ഹീറോസിന്റെ ഗംഭീര തിരിച്ചുവരവ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 3 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 6 ജില്ലകളിലും യെല്ലോ അലർട്ട് ഉണ്ട്. ശബരിമലയിലും തമിഴ്നാടിന്റെ വിവിധ പ്രദേശങ്ങളിലും ശക്തമായ മഴയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചെങ്കിലും നഗര ഗ്രാമ മേഖലയിൽ മഴ കുറവാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ മാത്രമാണ് മഴയുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കനത്ത ജാഗ്രതയിലാണ് ശബരിമല ഭക്തരെ മല കയറ്റുന്നത്. ശബരിമലയിലും നിലയ്ക്കലും മഴയുടെ ശക്തി കുറഞ്ഞു. ഇന്നലെ സന്നിധാനത്ത് 68 മില്ലിമീറ്ററും നിലയ്ക്കലിൽ 73 മില്ലിമീറ്ററും മഴ ലഭിച്ചിരുന്നു. അച്ചൻകോവിലാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പേപ്പാറ, അരുവിക്കര ഡാമുകളുടെ ഷട്ടർ ഉയർത്തിയതിനാൽ സമീപവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇടുക്കി നെടുങ്കണ്ടം കല്ലാർ ഡാമിന്റെ ഷട്ടറുകളും തുറന്നു. കല്ലാർ പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം.
ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂനമർദ്ദം ശക്തി കുറഞ്ഞതിനാൽ നാളെ മുതൽ മഴ കുറയുമെന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ തിങ്കളാഴ്ച ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യത പ്രവചിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. നാളെ കൊച്ചി ദർബാർ ഹാളിൽ നടത്താനിരുന്ന ഫ്ലവേഴ്സ് മ്യൂസിക്കൽ മെഗാ ഇവന്റ് മാറ്റിവെച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് പരിപാടി മാറ്റിയത്. പുതിയ തീയതി പിന്നീട് ഫ്ലവേഴ്സിൽ അറിയിക്കും. പുഷ്പ 2 സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ ഇടക്കാല ജാമ്യം ലഭിച്ച നടൻ അല്ലു അർജുൻ ജയിലിൽ തുടരും. ജാമ്യ ഉത്തരവ് എത്തിക്കും മുൻപേ ജയിൽ സൂപ്രണ്ട് മടങ്ങി. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. റഹീസ്, മുൻപ് അല്ലു അർജുൻ പോലീസ് സ്റ്റേഷനിലാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ തന്നെ അദ്ദേഹത്തെ സെല്ലിലിടുമെന്നാണോ അതോ മറ്റൊരു ജയിലിലേക്ക് മാറ്റുമെന്നാണോ? എന്താണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം? ഈ ചഞ്ചൽഗുഡ ഈ പ്രിസണിനോട് ചേർന്നുള്ള ചഞ്ചൽഗുഡ സ്റ്റേഷനിലായിരുന്നു അല്പസമയം മുമ്പ് അല്ലു അർജുൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചഞ്ചൽഗുഡ ഈ ഒരു പ്രിസണിലേക്ക്, ജയിലിലേക്ക് അല്ലു അർജുനെ മാറ്റാനുള്ള നടപടി ക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ജാമ്യപകർപ്പ് കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായി എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ടെക്നിക്കൽ ഇഷ്യൂ എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ സാങ്കേതിക പ്രശ്നത്തിന്റെ പേരിൽ ഈ കോപ്പി അപ്ലോഡ് ചെയ്തിരുന്നില്ല. അല്പസമയം മുൻപാണ് ഈ ഒരു ജാമ്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. ഇത് കൃത്യമായി കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തത്, ഒപ്പം ഇതിന്റെ പകർപ്പ് അല്ലു അർജുന്റെ അഭിഭാഷകർക്ക് ലഭിക്കുകയും ചെയ്തത്. പക്ഷെ ഇപ്പോൾ സമയം ഏതാണ്ട് 11:30 അടുക്കുന്നു. ഇതിനും നേരത്തെ മുൻപ് തന്നെ ഈ ഉത്തരവ് കൈപ്പറ്റി അല്ലു അർജുനെ പുറത്തേക്ക് വിടാനുള്ള ഉദ്യോഗസ്ഥൻ, ജയിൽ സൂപ്രണ്ട്, അദ്ദേഹം അവിടെ നിന്നും പുറത്തു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നടപടിക്രമങ്ങളെല്ലാം അവസാനിച്ചു എന്ന് അദ്ദേഹമാണ് ഔദ്യോഗികമായി ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അതിനാൽ ഇന്ന് രാത്രി അല്ലു അർജുൻ എന്തായാലും ഈ ജയിലിൽ തുടരേണ്ടി വരും. ശേഷം നാളെ രാവിലെ ഈ സൂപ്രണ്ട് എത്തിയ ശേഷം ഈ കോടതി ഉത്തരവിന്റെ പകർപ്പ് നൽകിയാൽ മാത്രമേ അല്ലു അർജുന് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. എന്തായാലും വലിയ അനിശ്ചിതത്വങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഇപ്പോൾ അല്ലു അർജുന്റെ കാര്യത്തിൽ ഇന്ന് രാത്രി അദ്ദേഹം എന്തായാലും ഈ ചഞ്ചൽഗുഡ ജയിലിൽ കഴിയേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജയിൽ മുറിയൊക്കെ ഏതാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു. ജാമ്യ വ്യവസ്ഥയിലെ കൂടുതൽ കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ആൾ ജാമ്യവും 50,000 രൂപയും, ഒപ്പം തന്നെ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കരുത്, പോലീസ് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണം, ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ അപ്പോൾ ഹാജരാകണം തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളാണുള്ളത്. പ്രത്യേകമായി വലിയ നിർദ്ദേശങ്ങളോ മറ്റോ ഒന്നുമില്ല. എന്തായാലും നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലു അർജുൻ ഇന്ന് ജയിലിൽ തുടരേണ്ടി വരും എന്നുള്ളതാണ്. നേരത്തെ 6:30 കൂടിയൊക്കെ ജാമ്യം ലഭിച്ചപ്പോൾ പ്രതീക്ഷിച്ചത് അദ്ദേഹത്തിന് ജയിലിലേക്ക് മാറേണ്ടി വരില്ല എന്നാണ്. പോലീസും ഇത് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിരുന്നത്. അദ്ദേഹത്തിനെ ജയിലിലേക്ക് മാറ്റിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനെ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജയിലിലേക്ക് മാറ്റിയാൽ എന്തായാലും ഒരു കാരണവശാലും ഇനി ഉത്തരവിന്റെ പകർപ്പ് നൽകിയാൽ പോലും അദ്ദേഹത്തിനെ പുറത്തെത്തിക്കാൻ കഴിയില്ല. സാധാരണ ഈ റിമാൻഡ് പ്രതികളുടെ ഒക്കെ ഒരു രീതി അനുസരിച്ചാണ് എങ്കിൽ അവരെ വൈകിട്ട് സ്റ്റേഷനുള്ളിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നീട് ഈ പറയുന്ന ജാമ്യ ഹർജി ലഭിച്ചാൽ, ജാമ്യം ലഭിച്ച് അതിന്റെ പകർപ്പ് ഹാജരാക്കിയാൽ പോലും കൃത്യമായൊരു സമയം കഴിഞ്ഞാൽ, നിശ്ചിത സമയം കഴിഞ്ഞാൽ ഇവരെ പുറത്തേക്ക് ഇറക്കില്ല. പിറ്റേന്ന് മാത്രമേ ഇവരെ പുറത്തേക്ക് ഇറക്കുകയുള്ളൂ. അപ്പോൾ അല്ലു അർജുന്റെ കാര്യത്തിൽ പക്ഷേ അദ്ദേഹത്തിനെ ജയിലിലേക്ക് മാറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തിനെ പുറത്തിറക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്ലു അർജുന്റെ ബന്ധുക്കളടക്കം ഈ ജയിലിന് മുന്നിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്ന വിവരം കൂടി ലഭിക്കുന്നു. അപ്പോൾ ഏതാണ്ട് കാര്യം അവർക്കും തീർപ്പായിരിക്കുന്നു, മനസ്സിലായിരിക്കുന്നു. ഇന്നൊരു രാത്രി, നാളെ രാവിലെ വരെ അദ്ദേഹത്തിന് ജയിലിൽ തുടരേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു. ഈ നടത്തിയ നിയമ പോരാട്ടങ്ങളൊക്കെയും അല്ലു അർജുൻ ജയിലിൽ കഴിയുന്നത് തടയാൻ വേണ്ടിയിട്ടായിരുന്നു. കേസ് ഹൈക്കോടതി ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന് അല്ലു അർജുന്റെ അഭിഭാഷകർ ആവശ്യപ്പെടുന്നുണ്ട്. അത് പബ്ലിക് പ്രോസിക്യൂട്ടർ അംഗീകരിക്കുന്നു. കേസ് വൈകിട്ട് 4 മണിക്ക് പരിഗണിക്കുന്നു. ഏതാണ്ട് ഒരു 1.25 മണിക്കൂർ നീണ്ട വാദത്തിന് ശേഷം ജാമ്യം ലഭിക്കുന്നു. ആ ജാമ്യം സർക്കാരിന് തുടക്കം മുതൽ തന്നെ അല്ലു അർജുനോട് ഒരു നല്ല അല്ലെങ്കിൽ പോസിറ്റീവ് സമീപനമല്ല ഉണ്ടായിരുന്നത്. എന്തായാലും രേവന്ത് റെഡ്ഡി, അതായത് തെലങ്കാന മുഖ്യമന്ത്രി, വലിയ വിമർശനം അദ്ദേഹത്തിനെതിരെ ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഇത് സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ളൊരു വാശിയാണ് എന്ന് കരുതാനാകുമോ റഹീസ്?
പ്രവീണ, ഈ കോടതി ഉത്തരവാണ്. കോടതി ഉത്തരവ് കൃത്യമായി വെബ്സൈറ്റിൽ അപ്ലോഡ് ആകാൻ ചില കേസുകളിൽ ഇത്തരത്തിൽ സമയം എടുക്കാറുണ്ട്. അതിനെ നിലവിൽ ആ ഒരു ആംഗിളിൽ സർക്കാരിനെ പഴിചാരാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും ഇതിനു മുൻപുള്ള കാര്യങ്ങളിൽ ഇന്ന് ഉച്ച മുതൽ സംഭവിച്ച ഓരോ കാര്യങ്ങളിലും സർക്കാരിനെ പഴിചാരാനാകും. അതൊന്ന്. രണ്ടാമതായി ഇപ്പോൾ രേവന്ത് റെഡ്ഡി ഈ ഉയരുന്ന രാഷ്ട്രീയ വിമർശനങ്ങളിൽ മറുപടി നൽകിയിരിക്കുന്നത് അല്ലു അർജുന്റേത് ഒരു കോൺഗ്രസ് കുടുംബമാണ്. അദ്ദേഹത്തിന്റെ മുത്തച്ഛനും ഒപ്പം തന്നെ അമ്മാവനും ഒക്കെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരായിരുന്നു. അപ്പോൾ അത്തരത്തിൽ താനുമായി അടുത്ത ബന്ധമുള്ള കുടുംബമാണ്. പക്ഷേ ഒരു കേസ് ഉണ്ടായാൽ അതിനെ ഒരു ക്രൈം എന്ന നിലയിൽ മാത്രമേ തങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ക്രൈം ആര് നടത്തിയാലും അത് ഒരു കുറ്റമായി തന്നെ നിൽക്കും. അതിന് വ്യക്തമാണ്. മുഹമ്മദ് റഹീസ്, പുഷ്പ 2 സിനിമയുമായി ബന്ധപ്പെട്ട് തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ ഇടക്കാല ജാമ്യം ലഭിച്ച നടൻ അല്ലു അർജുൻ ജയിലിൽ തുടരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ KSUവിന് അട്ടിമറി ജയം. യൂണിയൻ തിരഞ്ഞെടുപ്പിൽ 30 വർഷത്തിനു ശേഷം KSU ഭരണം പിടിച്ചു. ആകെയുള്ള 15 സീറ്റിൽ 13 പിടിച്ചെടുത്താണ് KSUവിന്റെ ജയം. വർഷത്തെ SFI ഭരണത്തിന് വിരാമം. കുസാറ്റ് സർവകലാശാല യൂണിയൻ ഇനി കുര്യൻ ബിജുവിന്റെ നേതൃത്വത്തിൽ KSU ഭരിക്കും. ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ SFIയുടെ ഈ അക്രമ രാഷ്ട്രീയത്തിന്റെയും തോന്നിവാസത്തിനെതിരെ വിധി എഴുതിയ ഈ ദിവസം എന്നും ചരിത്രത്തിൽ, കുസാറ്റിന്റെ ചരിത്രം എന്നും എഴുതി വെച്ചിരിക്കും. ഇത്തവണ MSFനെ ഒഴിവാക്കി ഒറ്റയ്ക്കാണ് KSU മത്സരിച്ചത്. 15ൽ 13 സീറ്റുകളും SFIയിൽ നിന്നും പിടിച്ചെടുത്തു. ആധികാരിക വിജയം. ഇന്ന് യൂണിയൻ ഞങ്ങൾ തിരിച്ചു പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. കേരളത്തിൽ പിണറായി വിജയൻ 2ാം വട്ടവും അധികാരത്തിലിരിക്കുന്ന ഈ കാലഘട്ടത്ത് SFIയിൽ നിന്ന് ഞങ്ങൾക്ക് 2 യൂണിവേഴ്സിറ്റി യൂണിയൻ ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ. സംഘടനയ്ക്കുള്ളിലെ തർക്കങ്ങളും നിലവിലുണ്ടായിരുന്ന യൂണിയനോടുള്ള കടുത്ത അതൃപ്തിയുമാണ് 3 പതിറ്റാണ്ട് കൈവെള്ളയിൽ കൊണ്ടു നടന്ന യൂണിയൻ ഭരണം SFIക്ക് നഷ്ടപ്പെടുത്തിയത്. 24 കൊച്ചി. 24 പൂർണ്ണമാകുന്നു.